എല്ലാവർക്കും നമസ്കാരം. ഏലിയൻ PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന, നിങ്ങൾ എല്ലാവരും തയ്യാറെടുക്കുന്ന ഫയർമാൻ ഡ്രൈവർ എന്നീ പരീക്ഷകളുടെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുമുള്ള ഒരു ചെറിയ ഭാഗവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറെടുക്കുന്ന ഫയർമാൻ ഡ്രൈവറിന്റെ ക്ലാസ്സുകൾ നമ്മളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. റെക്കോർഡഡ്, ലൈവ്, NCERT, SCERT, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ്ഡിലുള്ള ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ എന്നിവ നമ്മളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാനും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള, എല്ലാ വട്ടവും ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കും ഈ ഭാഗങ്ങളിൽ നിന്നുള്ളത്. അപ്പോൾ ഏതാണ് ആ ഭാഗമെന്ന് നമുക്ക് നോക്കാം. അഗ്നിശമന മാർഗങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്? ഒരു വലിയ തീ കത്തുന്ന സമയത്ത് ആ ജ്വലനത്തിന് ആവശ്യമായ, ഒരു വലിയ തീ കത്തുവാൻ എന്താവശ്യമുണ്ട്? ഇന്ധനങ്ങൾ ആവശ്യമുണ്ട്, അല്ലെ? ആ ഇന്ധനങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ തീ അണയ്ക്കുന്ന, തീ കെടുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ അഗ്നിശമന മാർഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ അഗ്നിശമന മാർഗങ്ങൾ പലതരത്തിലുണ്ട്. അവയെ പറ്റി നമുക്ക് പരീക്ഷകളിൽ ചോദ്യവുമുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അഗ്നിശമന മാർഗങ്ങൾ എന്നത്. ഒന്നാമത് നോക്കിയേ, സ്റ്റാർവേഷൻ എന്ന് പറയും. എന്താണ് സ്റ്റാർവേഷൻ എന്നത്? 2025 നടന്ന പരീക്ഷയിൽ തന്നെ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. നോക്കിയേ, തീയിൽ നിന്നും ഇന്ധനത്തെ നീക്കം ചെയ്ത് തീ കെടുത്തുന്ന പ്രക്രിയയാണ് എന്നെന്ന് അറിയപ്പെടുന്നത് സ്റ്റാർവേഷൻ എന്നറിയപ്പെടുന്നത്. ഒരു വലിയ രീതിയിൽ തീ കത്തുവാൻ എന്താവശ്യമുണ്ട്? ഇന്ധനത്തെ ആവശ്യമുണ്ട്. ആ ഇന്ധനത്തെ അവിടെ നിന്ന് പൂർണ്ണമായി അങ്ങ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആ തീ എന്ത് ചെയ്യും? ആ തീ അണഞ്ഞു പോകും. ഇങ്ങനെ തീ കെടുത്തുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാർവേഷൻ. മറന്നു പോകരുത്, ഓർത്തു വെച്ചിരുന്നുള്ള ഒരു മാർക്കാണ് കേട്ടോ, ഒരു മാർക്കാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ്? ഒരു ജ്വലനത്തിന്, ഒരു വലിയ രീതിയിൽ തീ കത്തുവാൻ ആവശ്യമായ ഇന്ധനം, ആ ഇന്ധനത്തെ അവിടെ നിന്ന് നീക്കം ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ തീ അങ്ങ് കെട്ടുപോകും. അങ്ങനെ ഇന്ധനത്തെ കത്താൻ സഹായിച്ച ഇന്ധനത്തെ അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് തീ കെടുത്തുന്ന പ്രക്രിയ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? സ്റ്റാർവേഷൻ എന്ന പേരിൽ വിളിക്കുന്നു. കത്താൻ സാധ്യതയുള്ള മറ്റു വസ്തുക്കൾ മാറ്റുന്നതിലൂടെ തീ പടരുന്നതും എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? തടയുവാൻ കഴിയുന്നുണ്ട്. നോക്കിയേ, സംഭവം മനസ്സിലായല്ലോ. ഇന്ധനം നീക്കം ചെയ്തുകൊണ്ട് അവിടെ തീ കെടുത്തുന്നതാണ് സ്റ്റാർവേഷൻ. ഒരു മാർക്കാണ്, പിടിച്ചോണം. അടുത്ത നോക്കിയേ, സ്മോദറിംഗ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ്. ഫയർ വുമൺ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. ഫയർ വുമൺ പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നത്. നോക്കാം, ഓക്സിജന്റെ ലഭ്യത ഇല്ലാതാക്കി തീ അണയ്ക്കുന്ന രീതിയാണ് സ്മോദറിംഗ്. അപ്പോൾ ഓക്സിജന്റെ ലഭ്യത, ഓക്സിജൻ ഉണ്ടെങ്കിലല്ലേ കത്തത്തുള്ളൂ. ആ ഓക്സിജന്റെ ലഭ്യത ഇല്ലാതാക്കിക്കൊണ്ട് തീ അണയ്ക്കുന്ന പരിപാടിയെ അല്ലെങ്കിൽ തീ കെടുത്തുന്ന പ്രക്രിയയെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? സ്മോദറിംഗ് എന്ന പേരിൽ വിളിക്കുന്നു, അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ് എന്ന പേരിൽ വിളിക്കുന്നു. വലിയ രീതിയിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ബെഡ്ഷീറ്റുകൾ പോലുള്ള അല്ലെങ്കിൽ ചണച്ചാക്കുകളൊക്കെ കൊണ്ട് ആ തീയുടെ മുകളിലേക്ക് ഇടുമ്പോൾ ആ തീ പെട്ടെന്ന് അണയുന്നു. അവിടെ എന്ത് ഇല്ലാതാവുകയാണ്? ഓക്സിജൻ ഇല്ലാതാവുകയാണ്. ഇതിനെയാണ് നമ്മൾ ഈ പറയുന്ന സ്മോദറിംഗ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. നോക്കിയേ, കത്തുന്ന വസ്തുവിന് ചുറ്റുമുള്ള വായു സഞ്ചാരം തടയുന്നതിലൂടെ ഓക്സിജൻ ലഭിക്കാതെ തീ അണയുന്നു. ആ കത്തുന്ന വസ്തുവിന് ചുറ്റും എന്ത് ചെയ്യുന്നു? അവിടുത്തെ ഓക്സിജനെ നമുക്ക് ഈ കത്തുന്നിടത്തേക്ക് ലഭ്യമല്ലാതാക്കുക. അങ്ങനെ ആ തീ കെടുത്തുന്നതിനെയാണ് ബ്ലാങ്കറ്റിംഗ് എന്ന് പറയുന്നത്. ചാക്ക്, കമ്പിളി, മണൽ കൊണ്ട് പുതയിടുന്ന കണ്ടിട്ടില്ലേ? മണല്, കമ്പിളി, ചണച്ചാക്ക്, പത, ഫോമൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫോം. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരു വലിയ ആവരണം അങ്ങ് തീർത്ത് ഓക്സിജനെ അവിടെ ലഭ്യമല്ലാതാക്കുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിംഗ്. മനസ്സിലായല്ലോ? അതും പിടിച്ചോ, ഒരു മാർക്കാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടായിരിക്കും. അടുത്ത് നമുക്ക് നോക്കാം. ഉദാഹരണങ്ങൾ നോക്കിയേ. അടഞ്ഞ മുറികളിലും മറ്റും ഉണ്ടാകുന്ന അഗ്നിബാധ അലസവാതകങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. അതായത് അലസവാതകങ്ങൾ വരുമ്പോൾ ആരടിച്ചു മാറ്റിക്കളയും? ഓക്സിജൻ ഇല്ലാതാക്കും. ദ്രാവകങ്ങളിൽ പത ഉപയോഗിച്ച് തീ കെടുത്തുന്നു. അതായത് ദ്രാവകങ്ങളിൽ പെട്രോൾ കത്തുമ്പോൾ എന്താണ് ചെയ്യുന്നത്? വെള്ളം കോരി ഒഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ്? നമുക്കറിയാം, സാന്ദ്രത എന്താണ് കൂടുതലും കുറവും ആരൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാണ്, കാരണം വെള്ളത്തിന് മുകളിൽ പെട്രോൾ വന്ന് കിടക്കും, അപ്പോൾ അവിടെ എന്ന് കത്തും. അതുകൊണ്ട് അവിടെ നമുക്ക് വെള്ളം ഉപയോഗിച്ച് തീ കെടുത്താൻ കഴിയത്തില്ല. അതവിടെ എന്താണ്? ഫോം വെച്ചാണ് എന്ത് ചെയ്യുന്നത്? തീ കെടുത്തുന്നത്. ഈ പത വെച്ചിട്ട് അതൊരു ആവരണമായിട്ട് പുതപ്പ് പോലാക്കി തീ കെടുത്തുന്നു. പാത്രങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം, പാത്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തം പെട്ടെന്ന് അണയ്ക്കാൻ എന്ത് ചെയ്യുന്നു? ഒരടപ്പ് വെച്ച് അങ്ങ് മൂടുന്നു. അപ്പോഴത്തെ അവിടുത്തെ ഓക്സിജന്റെ
ലഭ്യത കുറയുന്നു, തീ കെട്ടുപോകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് സ്മോദറിംഗ് ബ്ലാങ്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ആ പടം ഇതിന് ഉദാഹരണമാണ്. പാത്രം അടയ്ക്കുന്നു, ഒരു കാർ കത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ബ്ലാങ്കറ്റിംഗ് ചെയ്യുന്നു, പുതപ്പിക്കുന്നു, അങ്ങനെ അത് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത നോക്കി, കൂളിംഗ് ആണ് മൂന്നാമത്തത്. കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിപ്പിച്ച് തണുപ്പിച്ചുകൊണ്ടിരിക്കുക. വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് കൂളിംഗ് കൊണ്ടുവന്ന് തണുപ്പിച്ചുകൊണ്ട് ആ ഒരു കത്താൻ സഹായിക്കുന്ന ടെമ്പറേച്ചറിനെ അവിടെ കുറച്ച് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? ആ ഒരു അഗ്നിബാധ ഇല്ലാതാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കൂളിംഗ്. നോക്കി, കത്തുന്ന വസ്തുവിന്റെ താപനില കുറച്ച് തീ അണയ്ക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത്? കൂളിംഗ്. ഇതിനായി സാധാരണയായി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വെള്ളം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാണാം അല്ലെ? നല്ല രീതിയിൽ പമ്പ് ചെയ്ത് അത് തണുപ്പിക്കുന്നു. വസ്തുവിന്റെ താപനില ജ്വലന താപനിലയേക്കാൾ താഴെ എത്തുന്നതിലൂടെ എന്ത് തീരുകയാണ്? തീ അണയുകയും ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത നോക്കി, ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ. ചെയിൻ റിയാക്ഷൻ ഇങ്ങനെ കത്തി പടർന്നു പോകുന്നത്, കത്തി ഇങ്ങനെ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് ഇങ്ങനെ കത്തി പോകുന്നത് തടയുന്നതിലൂടെ. തീ കത്തുന്ന പ്രക്രിയയിലെ രാസപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി തീ കെടുത്തുന്ന രീതിയാണ് ഏത്? ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ. കത്തുന്ന മേഖലയിലേക്ക് കെമിക്കലുകൾ കടത്തിവിട്ട് തീയുടെ വ്യാപനം തടയുന്നു. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻ തടഞ്ഞുകൊണ്ട് തന്നെ കെമിക്കലുകളെ കടത്തിവിട്ട് മറ്റു കെമിക്കൽ റിയാക്ഷൻ തടഞ്ഞുകൊണ്ട് തീ കെടുത്തുന്നു. ഡ്രൈ കെമിക്കൽ പൗഡർ, DCP, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങളുടെ പരീക്ഷകളിൽ. DCP യെ പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ളതാണ്. നമ്മുടെ ആപ്പിനകത്തിൽ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ DCP ഉപയോഗിക്കുന്ന ഇതിന് ഉദാഹരണമാണ്. DCP ഉപയോഗിച്ചാണ് ഈ പറയുന്ന ഇൻഹിബിഷൻ ഓഫ് ചെയിൻ റിയാക്ഷൻ തടയുന്നത്. ഓർത്തിരുന്നോണം. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും തീ അണയ്ക്കാൻ പറ്റുന്ന രീതികളെ പറ്റി പഠിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇതൊന്ന് കേട്ടുവെക്കുക, പഠിച്ചു വെക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വേറൊരു ഭാഗവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കും. ഒന്നുകൂടി പറയുകയാണ്, ഫയർമാൻ ഡ്രൈവർ, ഫയർമാൻ എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കോഴ്സുകൾ ഇലേണിൽ സജ്ജമാണ്, ലഭ്യമാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ NCERT, SCERT ടെസ്റ്റ് വെച്ചുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്പറിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും